ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല സുപ്രഭാതം നേർന്നുകൊണ്ട്, ഒരു സ്പെഷ്യൽ സുപ്രഭാതം നേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ മോർണിംഗ് വാക്കിനായി ഞാനും ക്രിസ്റ്റീനയും റെഡിയാണ്. അതെ, വയലാർ പാടിയതുപോലെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ കണ്ടിട്ടായിരിക്കും. നമുക്കിന്ന് സ്പെഷ്യൽ ഡേ ആണ്. യെസ്, അപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്ന് ഡിസംബർ 8-ാം തീയതിയാണ്. നമ്മളും നിങ്ങളും, അതായത് 24 എന്ന വാർത്താ ചാനലും പ്രേക്ഷകരും ഈ യാത്ര തുടങ്ങിയിട്ട്, ഈ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്ന് 6 വർഷം തികയുകയാണ്. ആ ഹൃദയ ബന്ധത്തിന് 6 വർഷം. അതെ, നമ്മൾ 7-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ മിഴിവ് കൂട്ടുന്ന കാര്യങ്ങളുമായി 7-ാം വർഷം മുതൽ ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് കൂടുതൽ ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കാൻ എത്തുകയാണ്, അല്ലേ? യെസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ബന്ധം ഇത്രമാത്രം ഊട്ടി ഉറപ്പിച്ചത്? എങ്ങനെയാണ് പ്രേക്ഷക മനസ്സിലേക്ക് 24 എത്തിച്ചേർന്നത്? ഇത് പറയും ആ കഥ. അതെ, ഡാമിന്റെ അവസ്ഥ മോശമാണ്. ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഡാമിന്റെ തൊട്ടടുത്തല്ലേ വീട്, സൂക്ഷിക്കണം. ചേട്ടാ, മഴ ശക്തിയായി തുടരും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കാം. ഡാമിന് താഴെയുള്ളവരെയൊക്കെ ഒഴിപ്പിക്കും. ഒന്ന് ശ്രദ്ധിക്കണം. ഡാമിനടുത്തുള്ളവർ വീടൊഴിഞ്ഞു പോകാൻ നിർദ്ദേശമുണ്ട്. താൽക്കാലിക ക്യാമ്പുകൾ തുടങ്ങുന്നുണ്ട്. എത്രയും വേഗം മാറണം. മോളെ, ആ 24 ന്യൂസ് ഒന്ന് വെച്ചേ. ഒന്ന് വെക്കമ്മേ. മലയോര പ്രദേശത്തൊക്കെ മഴ തുടരുന്നു. എന്നാൽ ഡാമുകൾക്ക് നിലവിൽ ഭീഷണിയില്ല എന്നാണ് ഡാം സുരക്ഷാ അതോറിറ്റി നമ്മോട് പറഞ്ഞത്. വാസ്തവമില്ലാത്ത വാർത്തകൾ വിശ്വസിച്ച് ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതാണ് കൃത്യം. സത്യമറിയുന്നു നമ്മൾ. കൃത്യം 6 വർഷങ്ങളായി 6-ാം വാർഷിക നിറവിൽ 24. യെസ്, അപ്പൊ അങ്ങനെയാണ് ആ വിശ്വാസ്യത 24 കത്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ യാഥാർത്ഥ്യം അത് പ്രേക്ഷകരിലേക്ക് അതുപോലെ എത്തിക്കുക എന്ന നമ്മുടെ ധർമ്മം, അത് നമ്മൾ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വേണ്ട പോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടി എന്നോണം പ്രേക്ഷകരുടെ സ്നേഹം ആവോളം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും കൂടെ പ്രശ്നമാണ്. അത് ഞങ്ങൾ അതേപോലെ ഏറ്റെടുക്കും. നമ്മളൊരു കുടുംബമാണല്ലോ. അപ്പൊ ആ കുടുംബ ബന്ധം ഇങ്ങനെ പോകും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തിന്റെ നെല്ലറയായ ഒലിപ്പുറത്താണ്. അതിമനോഹരമായ കാഴ്ചകളുണ്ട്. നമ്മളെ സഹായിക്കാൻ നമ്മുടെ പ്രാദേശിക ലേഖകനായ വിവേക് നമ്മളോടൊപ്പം ഉണ്ട്. ഇവരെയൊക്കെ കാണിച്ചു തരും. അപ്പോ നമുക്ക് പോകെ ആ വിശേഷങ്ങളും വാർത്തകളൊക്കെ അറിയാം. പ്രേക്ഷകരെ, നമ്മളെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സീനാണ്. ഈ ഗ്രാമത്തിന്റെ നടുവിലൂടെ ആ റെയിൽവേ ട്രാക്ക്, അതിലേക്കൂടെ ഒരു ട്രെയിൻ പോകുന്നു. പെട്ടെന്നൊന്ന് കാണിച്ചെന്നാണ്. വയലിനെ കീറി മുറിച്ച് കടന്നു പോകുന്ന ഒരു റെയിൽപാത, അതിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിൻ, അല്ലെ? അപ്പോ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സന്തോഷ വാർത്തയിലേക്ക് ആദ്യം കിടക്കാം. പ്രേക്ഷകർക്ക് നമുക്കും എല്ലാം അറിയുന്നത് പോലെ 6-ാം വാർഷിക നിറവിൽ 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ. 6-ാം വാർഷിക നിറവിൽ 24. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സത്യസന്ധമായ വാർത്തകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ ഇടം പിടിച്ചതല്ലേ? അതെ, യാഥാർത്ഥ്യങ്ങൾ അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ മോട്ടോ. എന്നും അത് ഉയർത്തിപ്പിടിക്കുക എന്നത് ഞാൻ ഉൾപ്പെടെ, ക്രിസ്റ്റീൻ ഉൾപ്പെടെ, നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ ഈ വർഷക്കാലം എല്ലാം കടന്നു വന്നത്, അല്ലേ? എന്തായാലും മാധ്യമരംഗത്ത് മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങിയ 6 വർഷം അതാണ് കടന്നു പോകുന്നത്. വാർത്തകളുടെ ലോകത്തേക്ക് 24 മിഴി തുറന്നു. മലയാള വാർത്താ മാധ്യമരംഗത്ത് മാറ്റത്തിന്റെ പുത്തനുണർവായിരുന്നു 24ന്റെ കടന്നുവരവ്. ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾക്കു വേണ്ടി മാത്രം നിലകൊണ്ട 6 വർഷങ്ങളാണ് കടന്നുപോയത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ 100 വാർത്തകൾ വായിച്ചുകൊണ്ട് 24 സംപ്രേഷണം ആരംഭിച്ചപ്പോൾ പിറന്നത് പുതുചരിത്രം. കണ്ടന്റ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ശ്രീകണ്ഠൻ നായർ. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാള വാർത്താമുറികളുടെ തലവര മാറ്റി എഴുതിയ വരവായിരുന്നു അത്.
അന്നുവരെ കണ്ടുപരിചയമില്ലാത്ത വാർത്താ അവതരണ ശൈലി, ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും, അങ്ങനെ സാങ്കേതികവിദ്യയുടെ പുതുപുത്തൻ സാധ്യതകളുമായി 24 കാഴ്ചയുടെ പുതുലോകം തുറന്നുവച്ചു. കേരളം ഒരു മഹാദുരന്തത്തിന് ഞെട്ടലാണ്. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയും സമീപ ഗ്രാമങ്ങളിലും ഒരു രാത്രി ഇരുട്ടുവെളുത്തപ്പോഴേക്കും അപ്രത്യക്ഷമായി. എന്താണ് ഇന്ത്യക്ക് മാലദ്വീപ്? പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ബന്ധം. ഇന്ത്യ എന്നാൽ മോഹിപ്പിക്കുന്ന ഈ പച്ചത്തുരുത്താണ്. മലയാളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകർ, ഏറ്റവും മികച്ച ടെക്നീഷ്യൻസ്, പ്രേക്ഷകരെ വാർത്തകൾ അറിയിക്കാൻ എപ്പോഴും സുസജ്ജമായ വാർത്താ സംഘം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ജനമനസ്സുകൾ അറിഞ്ഞു നീങ്ങിയ വാർത്താ അവതരണത്തിന്റെ ഇടമായി മാറി. ജനമറിയേണ്ടതെല്ലാം 24 ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ്, എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, എല്ലാ പ്രേക്ഷകർക്കും കൽപ്പാത്തിയിലേക്ക് സ്വാഗതം. അർജുന്റെ വീട്ടുകാർക്ക് താൻ നൽകിയ വാക്ക് പാലിച്ചെന്ന് ലോറി ഉടമ മനാഫ് 24 പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂരിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണിത്. വാർത്താ സംപ്രേഷണത്തിനും അപ്പുറം പ്രതിസന്ധികളിൽ കൈത്താങ്ങായി 24. ചികിത്സാ സഹായങ്ങളുടെ നിലയ്ക്കാത്ത കലവറയായി. ഇതിനോടകം തന്നെ 200ഓളം പേർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. വളരെ നാളുകളായി ഞാനൊരു വീടിന് വേണ്ടി നടന്നു. 24 കണക്റ്റും ചിറ്റിലപ്പള്ളിയും ചേർന്ന് നൽകുന്ന ഈ ഒരു ഭവന പദ്ധതിയിൽ പങ്കാളിയാകാൻ സാധിച്ചു. 24 ചാനലിന് വേറെ ആളിങ്ങനെ നമ്പർ തന്നു. അതിനോട് ഞാൻ ശ്രമിച്ച് സജീവ് സാറെ നമ്പറും കിട്ടി. സന്തോഷമായി. 24ന്റെ വാർത്ത വെച്ചപ്പോൾ ഒരു ന്യൂസിൽ എനിക്ക് നമ്പർ കിട്ടി, വീട്ടിന് അനുവദിച്ചു. വാർത്തയിൽ സത്യസന്ധത, പ്രവൃത്തിയിൽ സാമൂഹിക പ്രതിബദ്ധത, നിലപാടിൽ മാറ്റമില്ലാതെ 24 7ാം വർഷത്തിലേക്ക്. ടീം 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ ഈ 6 വർഷത്തെ കഥ. അതിങ്ങനെ തുടരുകയുമാണ്. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നമ്മുടെ മാത്രം സെലിബ്രേഷന്റെ സമയമല്ല, അതെ, നമ്മൾ നിങ്ങൾ എല്ലാവരുമാണ് നമ്മുടെ കരുത്ത്. ആ കരുത്തോടെ, കാരണം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കരുത്ത് ചോർന്നു പോകും. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിമനോഹരമായ ഈ ഒലിപ്പുറത്തിന്റെ മാസ്മരികമായ കാഴ്ചയിൽ ഞങ്ങൾ ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാം. സൂര്യോദയത്തിന്റെ ഒരു സമയമാണ്. കുറച്ചും കൂടെ സമയം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വിവേകയുടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ. അല്പസമയത്തിനകം വിവേകയും നമ്മുടെ ഒപ്പം കൂട്ടുന്നതായിരിക്കും. അപ്പോ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം അല്ലേ? ഭാരതസഭയുടെ അഭിമാനം വാനോളം ഉയർത്തി മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ പദവിയിൽ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ മാർ ജോർജ് കൂവക്കാട്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചരിത്ര നിമിഷം. ഭാരതസഭയ്ക്ക് അഭിമാനം. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ പദവിയിൽ. കത്തോലിക്ക സഭയിലെ കർദിനാൾ തിരുസംഘത്തിൽ ഇനി 3 മലയാളികൾ. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ മറ്റ് 20 പേർക്കൊപ്പം മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങളായ മോതിരവും തലപ്പാവും അണിയിച്ച് നിയമനപത്രവും കൈമാറി. Santi Antoni Patavini, a circoncisione Papia. In nome del Padre, del Figlio e dello Spirito Santo. പുതിയ കർദിനാൾമാർ വിശ്വാസ പ്രമാണം ചൊല്ലി സഭയോടും മാർപ്പാപ്പയോടുമുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു. സിറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യമുള്ള തിരുവസ്ത്രവും തലപ്പാവുമാണ് മാർ ജോർജ് കൂവക്കാട് സ്വീകരിച്ചത്. മാതൃയിടവകയായ ചങ്ങനാശ്ശേരി മാമ്മൂട് ലൂർദ് മാതാ പള്ളിയിൽ പ്രാർത്ഥനകളും കരഘോഷവും ആഹ്ലാദവും. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ 80 വയസ്സാകും വരെ കർദിനാൾമാർക്ക് വോട്ടവകാശമുണ്ട്. 51കാരനായ മാർ ജോർജ് കൂവക്കാട് 2004 വൈദികനായി അഭിഷിക്തനായത്. 2006 മുതൽ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ മാർ ജോർജ് കൂവക്കാട്
നിലവിൽ മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക് യാത്രകളുടെ ഏകോപന ചുമതലയാണ് നിർവഹിക്കുന്നത്. 24 കോട്ടയം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. യെസ്, അപ്പോൾ അത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും മലയാളികൾക്കും എല്ലാം അഭിമാനമായ ഒരു മുഹൂർത്തമായി മാറി കഴിഞ്ഞ ദിവസം നടന്നത്. കമന്റ് ബോക്സിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയാ വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. മലബാർ വാലി പറയുന്നു ഹാപ്പി ബർത്ത്ഡേ 24 ന്യൂസ്. പ്രേക്ഷകർ നേരിട്ട് കാണുന്നതും നേരിട്ട് കാണാത്ത അണിയറയിലെ മുഴുവൻ പ്രവർത്തകർക്കും ഒരു വലിയ നമസ്കാരം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മോർണിംഗ് വോക്ക് നടത്തുമ്പോൾ തന്നെ എത്ര പേരാണ് ഇതിന്റെ പിന്നിലുള്ളത്. നമുക്ക് വേണ്ടി പിന്നിലേക്ക് നടക്കുന്ന നമ്മുടെ ക്യാമറയിൽ രാഹുൽ VS ഉണ്ട്, വിനിൽ കാശി ഉണ്ട്, രാഹുൽ സുദേവ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മളെവിടെ സേഫായി എത്തിക്കുന്ന ഡയസ് എല്ലാ ദിവസവും നമ്മുടെ കട്ടയ്ക്ക് കൂടെയുണ്ട്. അവിടെ റൺഡൌണിൽ സൂര്യശ്രീ ഉണ്ട്, PCRൽ സനൂപിന്റെ സംഘവും ഉണ്ട്. അങ്ങനെ ഒരു പേര് വിട്ടുപോയ പണിയാവും കേട്ടോ. അതുകൊണ്ട് സോറി, പോകെ കൂടുതൽ പേരുകൾ പറയാം. അതെ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിനം കൂടിയാണ്. അതായത് നമ്മൾ ഒരുപക്ഷെ 24-ലൂടെയൊക്കെ തന്നെ 24-ന്റെയൊക്കെ സഹായത്തോടെ ഒരുപാട് മാധ്യമങ്ങളുടെ സഹായത്തോടെ ലോകമെമ്പാടുള്ള മലയാളികൾ ചേർന്ന് ഒരു 34 കോടി രൂപ നമ്മൾ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? പുഷ്പം പോലെയാണ് 34 കോടി രൂപ. അതായത് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുക. അതായത് പറഞ്ഞു വരുന്നത് അബ്ദുൾ റഹീം എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയെ കുറിച്ചാണ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സൗദിയിലെ ജയിലിൽ കഴിയുകയാണ്. അപ്പൊ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിക്കാൻ 10 ദിവസം മാത്രം ബാക്കിയിരിക്കെ 7 ദിവസം കൊണ്ട് വളരെ കൂളായി നമ്മുടെ മലയാളികളെല്ലാം ചേർന്ന് ആ തുക സമാഹരിച്ചിരുന്നു. ആ സമയത്ത് ആ വലിയ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമാകാൻ 24-നും കഴിഞ്ഞിരുന്നു. 24-ലൂടെ ആ രീതിയിലുള്ള വാർത്തകൾ തരികയും അതിന് കൃത്യമായി പ്രേക്ഷകർ മറുപടി നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വാർത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ, നമ്മുടെയും പ്രതീക്ഷ. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുൾ റഹീമിനോടൊപ്പം കുടുംബവും ലോകമെമ്പാടുമുള്ള മലയാളികളും. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതരാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം. ദിയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. 24 ജിദ്ദ. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. അപ്പോൾ ആ മോചനം, ആ വാർത്ത, നമ്മൾ കാത്തിരിക്കുന്ന വാർത്ത അതിന്നുണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇതാ കമന്റ് ബോക്സിൽ നമ്മുടെ ആൽബർട്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല ക്രിസ്ത്യനക്കെങ്കിൽ ഒരു ശബ്ദതരാവലി വാങ്ങിക്കൊടുക്കൂ എന്നാണ് പറയുന്നത്. ആൽബർട്രോസേ, അങ്ങോട്ട് നോക്കിയാൽ പ്രകൃതി സൗന്ദര്യം, ഇങ്ങോട്ട് നോക്കിയാൽ പ്രകൃതി സൗന്ദര്യം, മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും, അപ്പൊ എവിടെന്ന് എന്ത് പറയണം തരും എന്റെ സാറേ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ആൽബർട്രോസിനെ കാണിച്ചു തരാം. ഇത് നോക്കുക, ഒരു ചിത്രം വരച്ചതുപോലെ നമുക്ക് മനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം. അത്രമേൽ മനോഹരമായ നമ്മുടെ ഒരു ഗ്രാമഭംഗി എന്താണോ അത് കൃത്യമായി പറഞ്ഞു തരുന്ന ദൃശ്യങ്ങൾ ഇവിടെയുണ്ട്. ഒലിപ്പുറത്താണ് നമ്മളുള്ളത്, നേരത്തെ പറഞ്ഞു. ഈ മോർണിംഗ് വാക്ക് ഒലിപ്പുറത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാനുണ്ട്. കേരളത്തിന്റെ അല്ലെങ്കിൽ എറണാകുളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒലിപ്പുറത്തെ ഈ പാടശേഖരം. ഏതാണ്ട് ഒരു 1000 ഏക്കർ ഉണ്ട് എന്നാണ് വിവേക് നമ്മളോട് അല്പസം മുമ്പ് പറഞ്ഞത്. അപ്പൊ അതിന്റെ വിവരങ്ങളിലേക്കൊക്കെ വരാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോയാലോ? വൈദ്യുതി നിരക്ക് അല്ലേ? ആ വൈദ്യുതി നിരക്ക് വർധന ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. വലിയ പ്രതിഷേധം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുമുണ്ട്. അതെ, ഇന്ന് കൂടുതൽ KSCB സബ്സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്കുണ്ടായ ഒരു ഇരുട്ടടി അല്ലെങ്കിൽ ഷോക്കാണ്, അതുകൊണ്ടൊരു മറു ഷോക്ക് കൊടുക്കും എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്?
ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. 16 പൈസ കൂട്ടിയത് വ്യാഴാഴ്ച തന്നെ നിലവിൽ വന്നിരുന്നു. ഇനി ജനുവരി 1 മുതൽ വീണ്ടും 12 പൈസ കൂടി കൂടാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇത് അഴിമതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഭരണസംഘടനയായിട്ടുള്ള AITUCയും ഈ വില വർധനവിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇവർ പ്രധാനമായും പ്രതിപക്ഷം പറയുന്നത് ഈ ദീർഘകാല കരാറിൽ നിന്ന് പിന്മാറിയത് അദാനിയുമായിട്ടുള്ള ഈ കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണെന്നായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പട്ടത്തെ വൈദ്യുതി നിലയത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പല സബ്സ്റ്റേഷനും ഓഫീസുകളിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാം ഒരു സൂചനാ സമരം മാത്രമാണെന്നാണ് KPCC അധ്യക്ഷനടക്കമുള്ളവർ പറഞ്ഞത്. ഇന്നും സംസ്ഥാനത്തെ വിവിധ സബ്സ്റ്റേഷനുകളിലേക്ക് UDFന്റെ വിവിധ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം സംഘടിപ്പിക്കും. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത് നിരക്ക് വർധന പിൻവലിക്കണം എന്നു തന്നെയാണ്. എന്തായാലും നിരക്ക് വർധന പിൻവലിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും അടക്കമുള്ളവർ. ശരി അജീഷ്, എന്തായാലും ഹാപ്പി ആനിവേഴ്സറി അത് പറയണമല്ലോ അല്ലേ? അതെ, ഹാപ്പി ബർത്ത്ഡേ. യെസ്. അപ്പോ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കാം. പ്രജന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഈ കൃത്യസമയത്ത് ഈ വാർത്തകൾ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? അപ്പോൾ ഓരോ ദിവസവും കൃത്യമായിട്ട് വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് അൻവർ, വീണ, അർജുൻ, ഗീസ്, അതുപോലെ ആരെങ്കിലും ഒക്കെ കാണും, ഗ്രീഷ്മ. ഇന്ന് ആരെങ്കിലും അവിടെ കാണുമല്ലേ? ഇന്ന് ആരാണെന്ന് അറിയില്ല. അപ്പൊ കൃത്യമായി വാർത്ത എത്തിച്ചേരുന്ന ആ ടീമിനും അഭിനന്ദനങ്ങൾ. യെസ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM സമ്മേളനങ്ങൾ അടുത്ത തലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് ലോക്കൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നു. ഇനി ജില്ലാ സമ്മേളനങ്ങളുടെ സമയമാണ്. അപ്പോൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്ന കൊല്ലം ജില്ലാ സമ്മേളനം നാളെ തുടങ്ങുമെന്നാണ് അറിയുന്നത്. 3 ടേം കഴിഞ്ഞ പത്തനംതിട്ട, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാരും പ്രായപരിധി കടന്ന തൃശൂർ ജില്ലാ സെക്രട്ടറിയും മാറും എന്ന വാർത്ത കൂടിയുണ്ട് അനുബന്ധമായി. സംസ്ഥാന തലത്തിൽ കേന്ദ്രീകൃത വിഭാഗീയത ഇല്ലെങ്കിലും പ്രാദേശികമായ ചേരിതിരിവുകളാണ് സമ്മേളന കാലത്ത് CPIMനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്രീകൃത വിഭാഗീയത അവസാനിപ്പിച്ചുവെങ്കിലും പ്രാദേശികമായ അധികാര തർക്കങ്ങളിൽ സമ്മേളനങ്ങൾ തടസ്സപ്പെടുന്ന പുതിയ പ്രവണത നേരിട്ടുകൊണ്ടാണ് CPIM ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത്. പ്രാദേശികമായ തർക്കങ്ങൾക്ക് യാതൊരു ആശയാടിത്തറയുമില്ലാത്തതിനാൽ ഇതിനെ ജീർണതയെന്ന് വിളിക്കേണ്ട സ്ഥിതിയിലാണ്. പാർട്ടി വിട്ടിറങ്ങിയതിന്റെ 2ാം ദിവസം മുൻ ഏരിയ സെക്രട്ടറി BJPയിൽ ചേർന്നത് നേതാക്കളുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തെപ്പറ്റിയും സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നതിനുള്ള വേദികളായി ജില്ലാ സമ്മേളനങ്ങൾ മാറിയേക്കും. സർക്കാരിൻ്റെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ജില്ലാ സമ്മേളനങ്ങളിൽ നടക്കും. അതുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനമാണ് ആദ്യം. ചൊവ്വാഴ്ചയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനം കൊട്ടിയത്ത് തുടങ്ങുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട് ജില്ലാ സമ്മേളനങ്ങളും ഡിസംബറിൽ പൂർത്തിയാകും. തൃശൂർ സമ്മേളനമാണ് ഏറ്റവും അവസാനം നടക്കുക. സെക്രട്ടറി പദവിയിൽ 3 ടേം പൂർത്തിയാക്കിയ പത്തനംതിട്ട, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാർ മാറും. പ്രായപരിധി കഴിഞ്ഞ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും മാറുമെന്ന് ഉറപ്പാണ്. 75 വയസ്സ് പ്രായപരിധിയോട് അടുത്ത് നിൽക്കുന്ന കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും നേതൃത്വം നിർദ്ദേശിച്ചാൽ മാറേണ്ടി വന്നേക്കും. പുതിയ കാലത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിന് വിമർശനമുള്ള ചില ജില്ലാ സെക്രട്ടറിമാരുടെ ഭാവി അതാത് സമ്മേളനങ്ങളിലെ ചർച്ചയെ ആശ്രയിച്ചായിരിക്കും. കേരളത്തിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MA ബേബി, A വിജയരാഘവൻ എന്നിവർ വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ ഉദ്ഘാടകരാകും. 24 തിരുവനന്തപുരം. വിശ്വാസ്യതയുടെ 6 വർഷം, 6ാം വാർഷിക നിറവിൽ 24. യെസ്. അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ CPIMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ CPIMന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഒരു പുതിയ നിർദ്ദേശം വരുന്നുണ്ട്. അതിന്റെ കൂടി വിവരങ്ങൾ നമുക്ക്. യെസ്. പ്രായപരിധി. നേതാക്കൾക്ക് 75 വയസ്സ് പ്രായപരിധിയിൽ മാറ്റം വേണ്ട എന്ന് CPIM പോളിറ്റ് ബ്യൂറോയിൽ വീണ്ടും നിർദ്ദേശം വന്നിരിക്കുകയാണ് അല്ലേ? അതെ. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗത്തിലാണ് നിർദ്ദേശം. പിണറായി വിജയൻ ഇത്തവണ PB തുടരുന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും എന്ന കാര്യം കൂടി അറിയണം. 75 വയസ്സെന്ന പ്രായപരിധി, അത് ആ രീതിയിൽ ഒരു മാറ്റം വേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ PB അടക്കം വന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ബൽറാം, ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പോളിറ്റ് ബ്യൂറോയിൽ വരാൻ കാരണം? വീണ്ടും ഒരു പ്രായപരിധി, അതിലൊരു പുനർചിന്തനം വേണ്ട എന്ന് തന്നെ PB കരുതുന്നു അല്ലേ?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ, ഹാപ്പി ആനിവേഴ്സറി. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രായപരിധിയിൽ മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് CPIM എത്തിയിരിക്കുന്നത്, CPIMന്റെ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് ഈ നേതാക്കൾക്ക്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സ് എന്ന പ്രായപരിധി പാർട്ടി നിശ്ചയിച്ചത്. ഈ ഒരു തീരുമാനം കൃത്യമായി തന്നെ നടപ്പാക്കാനുള്ള ഒരു തീരുമാനം ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പുനരാലോചന വേണ്ടി വന്ന ഒരു സാഹചര്യം എന്നുള്ളത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തോടുകൂടി പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിലെ നിരവധി അംഗങ്ങൾ ഈ 75 വയസ്സ് പ്രായപരിധി പൂർത്തിയായി ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ ഉയർന്നു വന്നത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 17 അംഗ പോളിറ്റ് ബ്യൂറോയിലെ 7 പേർ 75 വയസ്സ് പ്രായപരിധി പൂർത്തിയാകും. അവർ മാറി നിൽക്കേണ്ട സാഹചര്യം ഈ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടാകും. സീതാറാം യെച്ചൂരിയുടെ മരണം കൂടിയായതോടെ 8 പേർക്കാണ് മാറ്റമുണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ഇതിന് ഇളവ് വേണമെന്ന് നേതൃതലത്തിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നടന്ന ചർച്ചകളിൽ പ്രകാശ് കാരാട്ട് തന്നെയാണ് അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നും അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഒരു തെറ്റായ സന്ദേശം നൽകും, നേതൃതലത്തിൽ തന്നെ മാറ്റമുണ്ടായി പുതിയ ഒരു തലമുറയ്ക്ക് അവസരമൊരുങ്ങേണ്ട സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അക്കാര്യത്തിൽ പുനരാലോചന ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ 7 പേർ, പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട, പിണറായി വിജയൻ, മണിക് സർക്കാർ, ജി രാമകൃഷ്ണൻ അടക്കമുള്ള 7 അംഗങ്ങൾ നിലവിൽ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടാവും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് 75 വയസ്സ് പൂർത്തിയായിരുന്നെങ്കിലും പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന ഒരു പദവി കൂടി വഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഇളവ് നൽകാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ഇത്തവണ നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും പാർട്ടി കോൺഗ്രസ് ആയിരിക്കും തീരുമാനിക്കുക. കാര്യമായ നയമാറ്റങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ വേണ്ട എന്നാണ് രാഷ്ട്രീയ പ്രമേയ രേഖയുടെ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം എന്നുള്ളത്. BJPയെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് തന്നെ ഒരു വിശാല സഖ്യത്തിന്റെ ഭാഗമായി നിലനിൽക്കാം, തുടരാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ഒരു സംഘടനാപരമായ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നും അതിനായുള്ള കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകണം എന്നുമുള്ള നിർദ്ദേശമാണ് പ്രധാനമായും സംഭവിക്കുന്നു CPM എന്ന് പറയാം അല്ലേ? പുതിയ തലമുറകൾ, പുതിയ ചിന്തകളൊക്കെ ചിലപ്പോ പാർട്ടിയിലേക്ക് വരും എന്നാണ്. യെസ്, അപ്പോ നമുക്കിനി കുറെ വാർത്തകളുണ്ട്, കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള വേണം എന്ന് നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ സന്തോഷം, ഒരുപാട് പേര് ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ കരുത്ത്.